welcome back to my channel. So ഇന്ന് ഒരു നൈറ്റ് വ്ളോഗ് എടുക്കാൻ പോവാണ്. So I am now in my room. So ഇപ്പം നൈറ്റ് ടൈമാണ്. നൈറ്റ് ടൈം 12 മണിയാണ്. സോ 12 മണിക്ക് ഞാനിവിടെ പഠിക്കാതിരിക്കുകയാണ്. ഒന്നുമല്ല ഗായ്സ്, ഞാൻ പഠിച്ചത് പിന്നെ റിവ്യൂ അഡ്വൈസ് എൻ്റെ പഠിത്തം കഴിഞ്ഞു. ആക്ച്വലി ഗായ്സ്, എൻ്റെ പഠിത്തം കഴിഞ്ഞു. ബട്ട് ഐ നീഡ് ടു റിവൈസ്. സോ ഞാൻ പോർഷൻസ് ഞാൻ പഠിക്കാൻ പോവാണ്. നമുക്ക് തുടങ്ങാം. ഗായ്സ്, എൻ്റെ പിന്നെ ഇന്നത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡ് മെബലൈൻ്റെ സെൻസേഷണൽ മാറ്റ് ലിക്വിഡ് മാറ്റാണ്. ഇതാണ് എൻ്റെ ഷെയ്ഡ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 8 ആണ്. ഇട്ടേക്കുന്ന ഷെയ്ഡ് ഇതാണ് ഗായ്സ്. നല്ല പ്ലംബി ആയിട്ടില്ലേ? പ്ലംബി ലുക്ക്. കൊറിയൻ ലുക്കാണ്. കൊറിയൻ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കൊറിയൻ രീതിയിൽ സ്റ്റിക്കിട്ട് ഇന്ന് ഞാൻ കൊറിയൻ രീതിയിൽ വ്ളോഗ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്കും പരിചയമൊന്നുമില്ല വ്ളോഗ് എടുക്കാൻ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമില്ല. സ്റ്റഡി വ്ളോഗ് എന്നതിനെ കുറിച്ചാണ് നമ്മളെടുക്കുക. സോ അത് മുമ്പായി ഞാൻ ഉപയോഗിച്ച കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. സോ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഡ്യൂയി മേക്കപ്പ് അഥവാ ക്ലീൻ ഗേൾ ലുക്ക് വരാൻ വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ. അത് ആദ്യമായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ BB ഫൗണ്ടേഷനാണ്. BB ഫൗണ്ടേഷൻ ബ്ലെമിഷ് ബാം. ഇത് നല്ല ഡ്യൂയി ഫിനിഷുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഇതൊരു ബ്ലെമിഷസൊക്കെ നമ്മുടെ മുഖത്തെ ഫൈൻ ലൈൻസ്, പിഗ്മെൻറ്റേഷൻസ് ഇതൊക്കെ കവർ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര യങ്ങായിട്ടിരിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയതാണ്. സോ ഡ്രൈ സ്കിന്നിന്, പിന്നെ അത് ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്നിന് ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഓൺലി ഫോർ 30s ആൻഡ് 30 ബിലോ ആൾക്കാർക്ക്, ഏജ് ഗ്രൂപ്പിന് പറ്റിയതാണ്. പിന്നെ ഞാൻ മേടിച്ചത് ലാക്മേയുടെ ലൂമി ലിറ്റ് ക്രീം 9 to 5 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻസിൽ വരുന്നതാണ്. ഇതിനകത്തുള്ളൊരു ഇലുമിനേറ്റിംഗ് പ്രൈമറാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈലൈറ്റർ ആൻഡ് മോയ്സ്ചറൈസർ. ഹൈലൈറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഇത് കോസ്റ്റ് റുപ്പീസ് 325 ആണ്. ഇത് 325 ഫോർ 30 ഗ്രാമിന് 325 റുപ്പീസാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലുക്ക്, ഈ ക്ലീൻ ഗേൾ ആയിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സാണ്. അപ്പം ഞാൻ ഇതിൽ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ക്ലീൻ ഗേൾ ലുക്ക്. ഓക്കെ, ക്ലീൻ ഗേൾ ലുക്ക്. ഇനി എന്നോട് ചോദിക്കരുത് എന്ത് ലുക്കാണെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇത് ഒരു പ്രൈമർ, മാർസിൻ്റെ തന്നെ ഒരു പ്രൈമർ ഉണ്ട്. ഇത് ഫോർ ഓയിലി സ്കിൻ. ഡ്രൈ സ്കിന്നിന് പറ്റത്തില്ല. ഡ്രൈ സ്കിന്നിന് ഏത്
ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ്. ഡ്രൈ സ്കിന്നിന് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് ഉപയോഗിക്കാനായിരിക്കും നല്ലത്. അതാണ് പ്രൈമറായിരിക്കും നല്ലത്. പിന്നെന്ത് ഞാൻ പുതിയ മേടിച്ചതാണ്. ഞാൻ ക്വിക്കായിട്ട് പോകണം. ഞാൻ ഷുഡ് എൻഡ് ദ വീഡിയോ വെരി ഫാസ്റ്റ്. പിന്നെന്താ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ്, കോൺടോർ പാലറ്റ് ആണ്. ഇത് മേടിച്ചു. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ചീക്കിറപ്പ് ബ്ലഷ്. ഇത് നല്ലൊരു പീച്ചി കോറൽ കളർ കൈൻഡ് ഓഫ് നല്ല പിഗ്മെൻറ്റഡ് ആണ്. നല്ല പിഗ്മെൻറ്റഡ് അല്ല, നമ്മൾ പെട്ടെന്ന് ഫെയ്ഡാവും. ഇതാ സീ ദ കളർ. ഒരു ഗ്ലിറ്റർ ഉണ്ട് ഇതിന്. ഗ്ലിറ്റർ ഒരു ഇലുമിനേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഡ്യൂയി ലുക്ക് കിട്ടാൻ നല്ലതാണ്. പിന്നെ ഐബ്രോ കളേഴ്സ്, 3 കളേഴ്സ് ഐബ്രോ കളർ സ്ട്രോക്സിൻ്റെ ഐബ്രോസ്. ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇത് നിങ്ങളെ കടയിൽ കിട്ടുന്നില്ല. ഇത് ഞങ്ങളുടെ വൈറ്റിലുള്ള ഷോപ്പിൽ കിട്ടുന്നതാണ്. പിന്നെ ഇത്രയും സാധനങ്ങൾ. പിന്നെ ലിപ് ബാം, വിൽവയുടെ ലിപ് ബാം, ഗ്രേപ്പ് ഫ്രൂട്ട് ലിപ് ബാം. പിന്നെ and the shade Applause. See, the shade Applause ഒരു ബ്രൗൺ കളറാണ്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം നല്ല ഫൈൻ പ്രോഡക്റ്റ്സ് ആണ്. നമുക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്, cheaper rates, so you can definitely go and check it out. Put the links if you want. So അതും do comment below. പിന്നെ ഞാൻ പഠിക്കാൻ പോകണം. 45 ആയി. അപ്പം ഞാൻ ബുക്കൊക്കെ അടച്ചു വെച്ചു. ഈ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്ത മേക്കപ്പിൽ അത് തിരിച്ചെടുത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ വെച്ചേക്കാണ്. സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്ത് വെക്കുകയാണ് ഗൈസ്. ലൈനർ ബ്രഷാണ്, ആംഗിൾ ലൈനർ ബ്രഷ്. സി, ഇത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനുള്ള ബ്രഷാണ്. ഇത് ഇറ്റ്സ് ഗൈസ്. എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ. അത് മുഴുവൻ കാണിച്ചു തരാൻ പറ്റില്ല, എന്നാലും ഇറ്റ്സ് മെസ്. ഓക്കെ, ഇതൊക്കെ ഇനി ഒതുക്കി പെറുക്കണം, എന്നിട്ടേ ഇനി കിടക്കാൻ പറ്റത്തുള്ളൂ. ഒതുക്കി പെറുക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. ഞാനും
ഇട്ടു. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ ക്രിസ്മസൊക്കെ എങ്ങനെ പോകുന്നു? ക്രിസ്മസ് സെലിബ്രേഷൻസ് എങ്ങനെ പോകുന്നു? അപ്പം അത് ഓൾസോ ഒരു കമൻറ്റ് ബിലോ. പിന്നെ ഈശ്വര, പാട്ടൊക്കെ വരുന്നു രാത്രി പഠിക്കാതെ. നിങ്ങളാരും പഠിക്കുന്ന സമയത്ത് പാട്ട് പാടില്ല കേട്ടോ, കോൺസെൻട്രേഷൻ പോകും. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഷാഡോയുടെ ടൈപ്സ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നോക്കട്ടെ. ഐ ഷാഡോയുടെ ടൈപ്സ് നോക്കട്ടെ. മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ഗ്രൂമിങ്, ക്ലീനിങ് അതൊക്കെ നമ്മൾ കീപ്പപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കണം. Hygiene is another term means cleanliness. Hygiene is a word that stands for the steps and procedures you do to keep your body and your surrounding healthy and clean. So, hygiene കാര്യം പറയുകയാണെങ്കിൽ ബേസിക് പേഴ്സണൽ ഹൈജീനാണ് നമ്മൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യേണ്ടത്. പിന്നെ അതിന് personal hygiene is also referred to as personal care. It is one of the most effective ways to keep ourselves clean, to protect ourselves and others from illness. പിന്നെ ഡ്രസ്സിങ് കോഡ് ഓൾവേസ്. പിന്നെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക. കെയർ ഓഫ് യുവർ ടീത്ത്, മൗത്ത് ഫ്രഷ്നർ ഉപയോഗിക്കുക. പിന്നെ കെയർ ഓഫ് യുവർ ഫീറ്റ്, ഹാൻഡ്സ്, കട്ട് നെയിൽസ്, ഫയൽഡ്, മോയ്സ്ചറൈസ്, ഷൂ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണൽ ഹൈജീൻ. പിന്നെ ലെയേഴ്സ്, എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ഡെർമിസ്, ഇത്രയുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് കൊളാജനും പ്രോട്ടീൻസും കൂടി അടങ്ങിയ അതാണ് നമ്മുടെ ഡെർമിസ് എന്ന് പറഞ്ഞ ഡെർമിസ് പാർട്ട്. പിന്നെ ഉള്ളത് ഹൈജീനുള്ളത്, പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ ഐബ്രോ ത്രെഡ് ചെയ്യുക. ഐബ്രോ എപ്പോഴും ത്രെഡ് ചെയ്യണം. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യണം. കൺട്രോൾ യുവർ പിമ്പിൾസ്. ജോലിക്ക് തടസ്സമാവുന്ന രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യരുത്. കെയർ ഓഫ് യുവർ ഫീറ്റ്, ഹാൻഡ്സ്, ഫീറ്റ് ഹാൻഡൊക്കെ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യണം. പിന്നെ പിന്നെന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ്. പിന്നെ ഓവൽ, ലോങ്, റൗണ്ട്, സ്ക്വയർ, ഹാർട്ട്, ഫൗണ്ടേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, ടിൻറ്റഡ്, സ്റ്റിക്ക്, ലിക്വിഡ്, പൗഡർ, ക്രീം, മിനറൽ, ടിൻറ്റഡ് മോയ്സ്ചറൈസർ, very lightweight, sheer coverage, stick foundation, liquid foundation, powder foundation. Shapes, different kinds of eye shapes. Yes, പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായി. സ്മോക്കി ഐസ് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി. സ്മോക്കി ഐസ് വരെ കഴിക്കണം. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചത്? സെറ്റിൽ ചില പാരഡി പാട്ടൊക്കെ ഉണ്ടല്ലോ. ചക്ക 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 ചക്ക. സ്റ്റഡി വ്ളോഗ്സ് വേണമെങ്കിൽ നിങ്ങളൊരു കമൻറ്റിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ലൈക്ക്
the video, please like, share, subscribe, shower all your love to my channel. Okay, see you, bye. So next vlog right now, bye.